സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കുമാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ആരാധനായ മനുഷ്യൻ അത് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. സർവ്വത്തിന്റെയും നാഥായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളെ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു ജോലി തീർക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടാലും എല്ലാത്തിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ എന്നേക്കും. എന്റെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. Hallelujah.
വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും ശുദ്ധർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത് വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണം. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ സഹോദരി, പുറപ്പാട് പുസ്തകത്തിനുള്ള വായന 34-ാം അധ്യായം 27 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാൽ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഈ വചനങ്ങൾ രേഖപ്പെടുത്തുക. നിന്നോടും ഇസ്രായേൽ ജനത്തോടും ഞാൻ ചെയ്ത ഉടമ്പടിയുടെ വ്യവസ്ഥകളാകുക. മോശ 40 പകലും 40 രാവും കർത്താവിനോട് കൂടെ അവിടെ ചെലവഴിച്ചു. അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. ഉടമ്പടിയുടെ വചനങ്ങളായ 10 പ്രമാണങ്ങൾ അവൻ തലകളിൽ എഴുതി. 2 സാക്ഷ്യഫലകങ്ങളും വഹിച്ചുകൊണ്ട് മോശ സീനായി മലയിൽ നിന്ന് താഴേക്ക് വന്നു. ദൈവവുമായി സംസാരിച്ചതിനാൽ തന്റെ മുഖം തേജോമയമായി എന്ന കാര്യം അവൻ അറിഞ്ഞില്ല. അഹറോനും ഇസ്രായേൽ ജനവും മോശയുടെ മുഖം പ്രക്ഷോഭിക്കുന്നത് കണ്ടു. അവനെ സമീപിക്കാൻ അവർ ഭയപ്പെട്ടു. മോശ അവരെ വിളിച്ചു. അഹറോനും സമൂഹ നേതാക്കന്മാരും അടുത്തു ചെന്നു. മോശ അവരോട് സംസാരിച്ചു. അനന്തരം ജനം അടുത്തു ചെന്നു. സീനായി മലയിൽ വെച്ച് കർത്താവ് തന്നോട് സംസാരിച്ചതെല്ലാം അവൻ അവർക്ക് കൽപ്പനയായി നൽകി. സംസാരിച്ചു തീർന്നപ്പോൾ മോശ ഒരു മൂടുപടം കൊണ്ട് മുഖം മറച്ചു. അവൻ കർത്താവിനോട് സംസാരിക്കാൻ മുന്നിൽ ചെല്ലുമ്പോഴോ അവിടെ നിന്ന് പുറത്തു വരുന്നത് വരെയോ മൂടുപടം ധരിച്ചിരുന്നില്ല. അവൻ പുറത്തു വന്ന് അവിടുന്ന് തന്നോട് കൽപ്പിച്ചവയെല്ലാം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിരുന്നു. ഇസ്രായേൽ ജനം മോശയുടെ മുഖം കണ്ടു. മോശയുടെ മുഖം പ്രകാശിച്ചിരുന്നു. കർത്താവിനോട് സംസാരിക്കാൻ അകത്ത് പ്രവേശിക്കുന്നത് വരെ മോശ മുഖം മറച്ചിരുന്നു. എന്റെ സഹോദരൻ, ഏഷ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 58-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. ആവുന്നത്ര ഉച്ചത്തിൽ വിളിച്ചു പറയുക, കാഹളം പോലെ സ്വരം ഉയർത്തുക. എന്റെ ജനത്തോട് അവരുടെ അതിക്രമങ്ങളും യാക്കോബിന്റെ ഭവനത്തോട് അവരുടെ പാപങ്ങളും വിളിച്ചു പറയുക. നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിന്റെ കൽപ്പനകൾ ലംഘിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ജനതയെന്നോണം അവർ ദിവസേന എന്നെ അന്വേഷിക്കുകയും എൻ്റെ മാർഗങ്ങൾ തേടുന്നതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. അവർ എന്നോട് നീതിവിധികളും ആരായുന്നു. ദൈവത്തോട് അടുക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ എന്തിനു ഉപവസിച്ചു? അങ്ങ് കാണുന്നില്ലല്ലോ. ഞങ്ങൾ എന്തിന് ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി? അങ്ങത് ശ്രദ്ധിക്കുന്നില്ലല്ലോ. എന്നാൽ ഉപവസിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം സുഖമാണ് തേടുന്നത്. നിങ്ങളുടെ വേലക്കാരെ നിങ്ങൾ പീഡിപ്പിക്കുന്നു. കലഹിക്കുന്നതിനും ശണ്ട കൂടുന്നതിനും ക്രൂരമായി ദൃഷ്ടി കൊണ്ടിരിക്കുന്നതിനും മാത്രമാണ് നിങ്ങൾ ഉപവസിക്കുന്നത്. നിങ്ങളുടെ സ്വരം ഉന്നതത്തിലെത്താൻ ഇത്തരം ഉപവാസം ഉപകരിക്കുകയില്ല. ഇത്തരം ഉപവാസമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഒരു ദിവസത്തേക്ക് ഒരുവനെ എളിമപ്പെടുത്തുന്ന ഉപവാസം. ഞങ്ങളെ പോലെ തല കുടിക്കുന്നതും ചാക്ക് വിരിച്ച് ചാരം വിതറിക്കിടക്കുന്നതും ആണോ അത്? ഇതിനെയാണോ നിങ്ങൾ ഉപവാസമെന്ന് കർത്താവിന് സ്വീകാര്യമായ ദിവസം എന്ന് വിളിക്കുന്നത്? ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും മുഖത്തിന്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതനെ സ്വതന്ത്രനാക്കുകയും എല്ലാ മുഖങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. വിശക്കുന്നവരുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്? അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും. നീ വേഗം സുഖം പ്രാപിക്കും. നിന്റെ നീതി നിന്റെ മുൻപിലും കർത്താവിന്റെ മഹത്വം നിന്റെ പിമ്പിലും നിന്നെ സംരക്ഷിക്കും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോഴും ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരേക്ക് അകറ്റുക. വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ നീതികളാൽ
ഹല്ലേലൂയ ഗീതികളാം കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലനാമം സ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ. തൻ കരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. നിത്യപിതാവിനും സുതനും റൂഹാക്കും സ്തുതിയുണ്ടാകട്ടെ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരി, വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായന. 4-ാം അധ്യായം 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു, നിങ്ങൾ ഇനിയൊരിക്കലും ഗ്രഹചിന്തയിൽ കഴിയുന്ന വിജാതിയെ പോലെ ജീവിക്കരുത്. ഹൃദയകാഠിന്യം നിമിത്തം അഗ്നിത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. അവർ മനസ്സ് മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു. എല്ലാതരം അശുദ്ധികളും ആവശ്യത്തോടെ മുഴുകി. പക്ഷേ ഇതെല്ലാം നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് പഠിച്ചത്, നിങ്ങൾ യേശുവിനെ കുറിച്ച് കേൾക്കുകയും സത്യം തന്നിലായിരുന്നത് പോലെ തന്നെ അവൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന തന്നെ ആസക്തികൾ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെയെറിയും. നിങ്ങൾ മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. സമാധാനം നിങ്ങളോടുകൂടി. വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം.
അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. അപ്പോൾ അവൻ വിശന്നു. പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം പിശാച് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക. നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് കൂടി എഴുതപ്പെട്ടിരിക്കുന്നു. വീണ്ടും പിശാച് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും. യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരം പോവുക, എന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൈവദൂതന്മാർ അടുത്ത് വന്ന് അവനെ ശുശ്രൂഷിച്ചു. യേശുവിൻ പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, വത്സല മക്കളെ, മറ്റൊരു തിരുവാതിര സഖ്യദിനം കൂടി സമാഗതമായിരിക്കുന്നു. ഭാരതസഭ എല്ലാ വർഷവും തിരുവാതിര സഖ്യദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി മാസത്തിലെ 2ാം ഞായറാഴ്ചയാണ്. ഈ വർഷം അത് ഫെബ്രുവരി 14-ാം തീയതിയാണ്. കഴിഞ്ഞ 177 വർഷങ്ങളായി കുട്ടികളുടെ സമഗ്ര വളർച്ച ലക്ഷ്യം കൊണ്ട് ആഗോള കത്തോലിക്ക സഭയിൽ പ്രവർത്തിക്കുന്ന കുട്ടികളുടെ ഈ സംഘടന 1843 ഫ്രാൻസിലെ നാൻസി രൂപതമെത്രാനായിരുന്ന ചാൾസ് ഡിഫോർബിൻ ജാൻസൺ ആണ് സ്ഥാപിച്ചത്. കുട്ടികൾ കുട്ടികളെ സഹായിക്കട്ടെ, കുട്ടികൾ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന ആപ്തവാക്യവുമായി ഉണ്ണിയേശുവിൻ്റെ സംരക്ഷകരാണ് തിരുവാതിര സഖ്യം പ്രവർത്തിക്കുന്നത്. പരിശുദ്ധ കന്യകാമറിയം ഈ സംഘടനയുടെ മാധ്യസ്ഥയും വിശുദ്ധ യൗസേപ്പും കവൽ മാതാക്കന്മാരും ഉപമധ്യസ്ഥരുമാണ്. തിരുവാതിര സഖ്യത്തിലെ അംഗങ്ങളായ എല്ലാ കുട്ടികൾക്കും അവരെ നയിക്കുന്നവർക്കും ഈ തിരുവാതിര സഖ്യ ദിനത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. 2020 ഡിസംബർ 8 മുതൽ 2021 ഡിസംബർ 8 വരെ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ വർഷമായി തിരുസഭ ആചരിക്കുകയാണല്ലോ. വിശുദ്ധ യൗസേപ്പിൻ്റെ വർഷം പ്രഖ്യാപിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ പുറപ്പെടുവിച്ച അപ്പസ്തോലിക ലേഖനത്തെ ആസ്പദമാക്കി ഈ വർഷത്തെ തിരുവാതിര സഖ്യ ദിനത്തിൽ ചില ചിന്തകൾ പങ്കുവെക്കുന്നു. പാത്രിസ് കോർത്തി ഒരു പിതാവിൻ്റെ ഹൃദയത്തോടെ എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ വിശുദ്ധ യൗസേപ്പിൻ്റെ 7 സവിശേഷ ഗുണങ്ങളെ പാപ്പ എടുത്തു പറയുന്നുണ്ട്. വാത്സല്യമുള്ള പിതാവ്, ആർദ്ര സ്നേഹമുള്ള പിതാവ്, അനുസരണയുള്ള പിതാവ്, സ്വീകരിക്കുന്ന പിതാവ്, ധീരനായ പിതാവ്, തൊഴിലാളിയായ പിതാവ്, നിഴലായ പിതാവ് എന്നിവയാണ് എല്ലാ പിതാക്കന്മാർക്കും മാതൃകയാക്കണം എന്ന ആഗ്രഹത്തോടെ അവതരിപ്പിച്ചിരിക്കുന്ന പിതൃഭാവങ്ങൾ. ഒരു പിതാവിൻ്റെ ഹൃദയത്തോടെ ജോസഫ് യേശുവിനെ സ്നേഹിച്ചു എന്ന മനോഹര വാക്യത്തോടെയാണ് ഫ്രാൻസിസ് പാപ്പ തൻ്റെ അപ്പസ്തോലിക ലേഖനം ആരംഭിക്കുന്നത്. ദൈവപിതാവിൻ്റെ പ്രതിനിധിയായി യേശുവിൻ്റെ വളർത്ത പിതാവായി തിരഞ്ഞെടുക്കപ്പെട്ട ഔസേ പിതാവിൻ്റെ മഹനീയ മാതൃക പാപ്പ തുടർന്ന് അവതരിപ്പിക്കുന്നു. പരിശുദ്ധ മറിയത്തെയും യേശുവിനെയും വാത്സല്യത്തോടെ സംരക്ഷിച്ച് വളർത്തിയ ഔസേ പിതാവിൻ്റെ ജീവിതം മുഴുവൻ അവരോട് അലിവുള്ള ഹൃദയത്തോടെയുള്ള പെരുമാറ്റവും സ്നേഹവും നിറഞ്ഞതായിരുന്നു. ജോസഫിൽ യേശു ദൈവത്തിൻ്റെ ആർദ്രമായ സ്നേഹം കണ്ടു എന്ന് പറയുമ്പോൾ സ്നേഹം, ദൈവസ്നേഹവും പരസ്നേഹവും ഏറ്റവും ആദ്യമായും അധികമായും കുട്ടികളിലേക്ക് പകർന്നു നൽകപ്പെടുന്നത് കുടുംബത്തിൽ, പ്രത്യേകിച്ച് മാതാപിതാക്കന്മാരിൽ നിന്നാണ് എന്ന് പാപ്പ ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തോടും മനുഷ്യരോടുമുള്ള സ്നേഹവും ബഹുമാനവും നിറഞ്ഞ ഒരു കുടുംബാന്തരീക്ഷം രൂപപ്പെടുന്നത് വഴി കുട്ടികളുടെ വ്യക്തിപരവും സാമൂഹ്യപരവുമായ വളർച്ച പരിപോഷിപ്പിക്കാൻ മാതാപിതാക്കന്മാർക്ക് കഴിയും. സമൂഹത്തിൻ്റെ സുസ്ഥിതിക്ക് ആവശ്യമായ സാമൂഹ്യ നന്മകളുടെ പ്രഥമ വിദ്യാലയമായി നമ്മുടെ കുടുംബങ്ങൾ മാറുന്നു. സ്നേഹത്തിൻ്റെ ആനന്ദം എന്ന സിനഡാന്തര അപ്പസ്തോലിക പ്രബോധനത്തിൻ്റെ
5ാം വാർഷികത്തോടനുബന്ധിച്ച് കുടുംബങ്ങളെക്കുറിച്ച് വിചിന്തനം നടത്താൻ കൂടി ഈ വർഷം ഫ്രാൻസിസ് പാപ്പ നമ്മെ ക്ഷണിക്കുകയാണ്. ഭവനത്തിൽ സമ്മേളിക്കുന്ന സഭയെക്കുറിച്ച് എന്നും വാചാലനാകുന്ന പാപ്പ വിശ്വാസത്തിൻ്റെ അർത്ഥവും സൗന്ദര്യവും ആസ്വദിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും അയൽക്കാരനെ സേവിക്കുന്നതിനും നമ്മൾ പഠിക്കുന്ന ഇടമായി കുടുംബം തുടരണം എന്ന് അടിവരയിട്ട് പറയുന്നു. തലമുറകൾ കൈമാറി നാം സ്വീകരിച്ച വിശ്വാസത്തിൽ നമ്മുടെ മക്കളുടെ ഹൃദയവും മനസ്സും രൂപപ്പെടുന്നതിനുള്ള ഉത്തരവാദിത്വം എല്ലാ മാതാപിതാക്കന്മാരും പൂർവാധികം ആത്മാർത്ഥമായി ഏറ്റെടുക്കേണ്ട കാലഘട്ടമാണിത്. അതിനായി ആദ്യം വേണ്ടത് വിശ്വാസത്തിനെതിരെയുള്ള വെല്ലുവിളികൾ വർദ്ധിച്ചു വരുമ്പോൾ മക്കളുടെ വിശ്വാസ രൂപീകരണത്തിൽ മാതാപിതാക്കളുടെ ഒഴിച്ചുവിടാനാവാത്തതും മറ്റാർക്കും കൈമാറാനാവാത്തതുമായ ദൗത്യത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ടാവുക എന്നത് തന്നെയാണ്. കുലാശകൾ ഭക്തിപൂർവ്വം സ്വീകരിക്കുകയും അവിടെ ചൈതന്യമനുസരിച്ച് ജീവിക്കുകയും നീതിയിലും സ്നേഹത്തിലും അധിഷ്ഠിതമായ ബന്ധങ്ങൾ വളർത്തിയും മാതാപിതാക്കന്മാർ നല്ല മൂല്യങ്ങളും മനോഭാവങ്ങളും കുട്ടികളിലേക്ക് സംവേദനം ചെയ്യുന്നു. മറ്റുള്ളവരെ സഹായിക്കാൻ ഓടിയെത്തുന്ന സുഹൃത ജീവിതവും അനുദിനം തുടരുന്ന പ്രാർത്ഥനാ ജീവിതവും മാതാപിതാക്കന്മാരുടെ ജീവിതത്തിലെ വിശ്വാസ തീക്ഷ്ണതയുടെ ബഹിസ്ഫുരണമായി മക്കൾക്ക് അനുഭവപ്പെടണം. നസ്രത്തിലെ ഭവനത്തിൽ ജീവിച്ചുകൊണ്ട് യേശു മാനുഷികമായ പക്വതയിലേക്ക് വളർന്നു വന്നത് ഔസേപിതാവിന്റെ ത്യാഗോജ്ജലമായ സമർപ്പണം കണ്ടുകൊണ്ടും ആ ഹൃദയത്തിന്റെ വാത്സല്യ സ്നേഹം അനുഭവിച്ചുകൊണ്ടുമാണ്. 4 സ്വപ്നങ്ങളിലൂടെ വെളിപ്പെടുത്തി കിട്ടിയ ദൈവഹിതം ഉണ്ണിയേശുവിൻ്റെയും മറിയത്തിൻ്റെയും സംരക്ഷണാർത്ഥം എന്തു ത്യാഗം സഹിച്ചും വിശ്വസ്തയോടെ നിർവഹിച്ച നീതിമാനായിരുന്നു ഔസേപിതാവ്. ദൈവപിതാവിന്റെ ഹിതമനുസരിക്കാൻ യേശു പഠിച്ചത് നസ്രത്തിലെ ജോസഫിന്റെ സ്കൂളിൽ നിന്നാണെന്ന് പാപ്പ വ്യക്തമാക്കുന്നു. മംഗളവാർത്തയിൽ മറിയവും ഗെത്സമൻ തോട്ടത്തിൽ യേശുവും നൽകിയതുപോലെ ജീവിതത്തിന്റെ സർവ്വസന്ദർഭങ്ങളിലും ജോസഫ് പ്രഖ്യാപിച്ച ഫിയ ഇതാ ഞാൻ എൻ്റെ ദാസൻ എന്ന അരൂപി നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നമ്മുടെ മക്കളും ദൈവഹിതം അന്വേഷിക്കുന്നവരും അനുസരിക്കുന്നവരുമായി മാറും എന്നത് തീർച്ച. കുട്ടികളിൽ നിന്ന് പലപ്പോഴും പിതാക്കന്മാരില്ലാതെ അനാഥരായി കാണപ്പെടുന്നു എന്ന് പാപ്പ ദുഃഖത്തോടെ മുന്നറിയിപ്പ് നൽകുന്നു. ഒരു പിതാവായിരിക്കുക എന്നതിനർത്ഥം ജീവിതത്തിലേക്കും യാഥാർത്ഥ്യത്തിലേക്കും മക്കളെ കൈപിടിച്ച് നടത്തുക എന്നതാണ്. കുടുംബാംഗങ്ങളോടുള്ള പ്രത്യേകിച്ച് മാതാപിതാക്കന്മാരോടുള്ള ഊഷ്മളമായ ബന്ധം കുട്ടികളുടെ സമഗ്ര വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. COVID-19 മഹാമാരിയുടെ ഈ കാലഘട്ടത്തിൽ കുട്ടികൾ ഏറ്റവും അധികം സമയം വീട്ടിൽ തന്നെ ചിലവഴിക്കുമ്പോഴും അകന്നു കഴിയുന്ന മാതാപിതാക്കളും മക്കളും ഇന്നിൻ്റെ കാഴ്ചയാണ്. കൊച്ചുകുട്ടികളെ ഇന്ന് കൂടുതലായി കാണുന്നത് TV-യുടെയും സ്മാർട്ട് ഫോണിൻ്റെയും കൂടെയാണ്. ഇവയൊക്കെ സാങ്കേതിക തലത്തിൽ അവരുടെ ബുദ്ധിവികാസത്തിന് ഉപകരിക്കുന്നു, ഇന്നത്തെ സാഹചര്യത്തിൽ അനിവാര്യമായി തീർന്നിരിക്കുന്നു. എങ്കിലും ഇവയുടെ അനിയന്ത്രിതമായ ഉപയോഗം ശാരീരികമായും മാനസികമായും ആത്മീയമായും കുട്ടികളെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ സ്വാർത്ഥ ലോകത്തിലേക്ക് കുട്ടികൾ ഒതുങ്ങിക്കൂടുകയും ആത്മീയമായ അടിസ്ഥാനങ്ങളില്ലാതാവുകയും ചെയ്യാം. താൽക്കാലിക ലാഭത്തിന് വേണ്ടിയും സ്വസ്ഥതയ്ക്ക് വേണ്ടിയും ഇത്തരം ശീലങ്ങൾ കുട്ടികളിൽ വളർത്തിയാൽ അതേ ദുശീലങ്ങൾ വളർന്ന് ഭാവിയുടെ കണ്ണീരായി മാറുന്നുവെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ച് കുട്ടികളുടെ കൂടെ ആയിരിക്കാൻ മാതാപിതാക്കന്മാർ സമയം കണ്ടെത്തണം. യേശുവുമായുള്ള ബന്ധത്തിൽ ജോസഫ് സ്വർഗസ്ഥനായ പിതാവിന്റെ ഭൂമിയിലെ നിഴലായിരുന്നു എന്ന് പാപ്പ പറയുന്നത് തന്റെ ജീവിതകാലം മുഴുവൻ ഒരു പിതാവിനെ പോലെ ഉണ്ണിയേശുവിനെ സംരക്ഷിച്ച ഔസേപിതാവിന്റെ ദൗത്യാബോധം കണ്ടിട്ടാണ്. പിതാക്കൾ ജനിക്കുകയല്ല, രൂപപ്പെടുകയാണ്. ഒരു മനുഷ്യൻ പിതാവാകുന്നത് കേവലം ഒരു ശിശുവിനെ ജനിപ്പിക്കുന്നതിലൂടെ മാത്രമല്ല, ആ ശിശുവിന്റെ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിലൂടെയാണെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. കുട്ടികളുടെ സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ ഇന്ന് മുതിർന്നവർ കൂടുതൽ ജാഗ്രത പുലർത്തണം. ശാരീരികവും ആത്മീയവുമായ അപകട മേഖലകൾ കൂടി വരുന്നത് നാം തിരിച്ചറിയണം. കുട്ടികൾ ചെറുപ്പത്തിലെ മദ്യം, മയക്കുമരുന്ന് എന്നിവയ്ക്ക് അടിമപ്പെടാതിരിക്കാനും മുതിർന്നവർ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യാതിരിക്കാനും പരിശുദ്ധമല്ലാത്ത ബന്ധങ്ങളിലേക്ക് അവർ കടന്നു ചെല്ലാതിരിക്കാനും മാതാപിതാക്കൾ നിതാന്ത ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകളുടെ ഈ കാലഘട്ടത്തിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും ടെലിഫോൺ ഉപയോഗം വഴിയും കുട്ടികൾ തെറ്റിപ്പോകാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. കുട്ടികൾക്ക് അമിത സംരക്ഷണം നൽകുകയോ അവരെ പിന്തിരിപ്പിക്കുകയോ ചെയ്യാതെ സ്വയം തീരുമാനിക്കാനും
സ്വാതന്ത്ര്യം ആസ്വദിക്കുവാനും പുതിയ സാധ്യതകൾ പര്യവേഷണം ചെയ്യാനും കഴിവുള്ളവരായി പടിപടിയായി അവരെ വളർത്തണം. അവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കാതെ പിതാക്കന്മാരെയാണ് ഇന്നിൻ്റെ ആവശ്യമെന്ന് പാപ്പ പറയുന്നത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. നമ്മുടെ ഇടവകകളിൽ ഈ 14 വയസ്സ് വരെയുള്ള എല്ലാ ബാലന്മാരും തിരുവാതിര സഖ്യത്തിൽ അംഗങ്ങളായി ഉണ്ണിയേശുവിൻ്റെ കൂട്ടുകാരായി തീരണമെന്നാണ് സഭയുടെ ആഗ്രഹം. കുട്ടികൾ ദൈവത്തിലേക്ക് അടുക്കാനും സഭയോടൊത്ത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും വൈദിക സന്യസ്ത ജീവിതാന്തസ്സുകളിലേക്ക് അഭിമുഖം അവരെ വളർത്തുവാനും സഹായിക്കുന്നതിൽ തിരുവാതിര സഖ്യം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. മഹാമാരിയെ പ്രതിരോധിക്കുന്നതിന് ഭാഗമായുള്ള നിയന്ത്രണങ്ങൾ മാറിക്കഴിയുമ്പോൾ മുൻ വർഷങ്ങളിലെ പോലെ ഇടവകയിൽ ആഴ്ചയിൽ ഒരിക്കൽ തിരുവാതിര സഖ്യങ്ങൾ അനിമേറ്ററിന്റെ നേതൃത്വത്തിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയും ദൈവവചനം പഠിക്കുകയും വിശുദ്ധരെ പരിചയപ്പെടുകയും കാരുണ്യ പ്രവർത്തികളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന നല്ല പതിവുകൾ തുടരണം. തിരുവാതിര സഖ്യ ദിനം ആചരിക്കുമ്പോൾ ഓരോ കുട്ടിയിലും നസ്രത്തിലെ തിരുബാലനെ നമുക്ക് കാണാം. ബാലനായ യേശുവിൻ്റെ ജീവിതശൈലി ഓരോ കുട്ടിയും സ്വന്തമാക്കണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ദിനമാണിത്. നസ്രത്തിൽ മാതാപിതാക്കൾ വിധേയനായി ജീവിച്ച ബാലനായ യേശു ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു വന്നു. നമ്മുടെ കുട്ടികൾക്ക് ഇത് പ്രചോദനവും ശക്തിയുമാകണം. പ്രിയ മക്കളെ, നിങ്ങളെല്ലാവരെയും ഞാൻ ഉണ്ണിയേശുവിനെ സമർപ്പിക്കുന്നു. സമൂഹത്തിന് മക്കൾ മുതൽക്കൂട്ടുകളായി ഭവിക്കട്ടെ. യേശുവിനെ അറിഞ്ഞ് സ്നേഹിച്ച് അവിടുത്തോടൊപ്പം വളരുവാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഏറ്റവും വാത്സല്യത്തോടും സ്നേഹത്തോടും കൂടി KCBC POC കേരള കത്തോലിക്ക സഭയുടെ ആസ്ഥാന കാര്യാലയം കാലശുശ്രൂഷ പ്രാർത്ഥനകൾക്കായിട്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. പരിശുദ്ധാത്മാവിനാൽ വനത്തിലേക്ക് നയിക്കപ്പെടുകയും 40 രാവും 40 പകലും തപസ്സനുഷ്ഠിക്കുകയും ചെയ്ത കർത്താവെ, തപസ്സിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും അരുതിയാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടായ മിശിഹായെ, ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിന്റെ ബലിവസ്തുവായ മിശിഹായെ, ഞങ്ങളുടെ ശരീരത്തെയും അതിന്റെ ദുർവാസനകളെയും അങ്ങയോടുകൂടെ സൂക്ഷിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും മാർഗത്തിലൂടെ ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനും അതിരൂപതാധ്യക്ഷനുമായ മാർ ജോൺ ചാലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പോലീത്തായെ, മറ്റെല്ലാ മെത്രാന്മാരെയും മറ്റജപാലകരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കണ്ണുകളുടെ കരങ്ങൾ കൂപ്പി അപ്രാർത്ഥമായിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഒത്തിരിയേറെ പ്രതികൂല സാഹചര്യങ്ങളിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുക. മാതാപിതാക്കന്മാരും മുതിർന്നവരുമായ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ കാണിച്ചു തന്ന വഴിയിലൂടെ നടക്കുവാനും മോശപ്പെട്ട കാര്യങ്ങളെല്ലാം ഒഴിവാക്കി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ വളർന്നു വരുവാനുള്ള കൃപ ഒരു ഓരോരുത്തർക്ക് നൽകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. മോശമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ, ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ, ഫോണിൻ്റെ ദുരുപയോഗം, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടുള്ള ജീവിതം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും നമ്മുടെ മക്കൾ വഴിതെറ്റി പോകാതിരിക്കാനാണ് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ പോയ മക്കളുണ്ടെങ്കിൽ കർത്താവെ അവരെ ഇതിൻ്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവരണമേ നമ്മൾ പ്രാർത്ഥിക്കാം. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും
അങ്ങ് കാജ്ഞാധികത്താൽ നിറഞ്ഞെടുത്ത അങ്ങയുടെ സകലമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. സകലത്തിലെയും നാഥനായ ദൈവത്തിന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഥ കഴുകി കളയട്ടെ.
സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യമായ സർവ്വത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മെത്രാപ്പൊലീത്തന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായവും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവൻ കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരന്റെ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുക നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ കർത്താവായ ദൈവം, ഞങ്ങൾ ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായ ഘട്ടം ഞങ്ങളെ അങ്ങ് കാരുണ്യാന്തരത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനത്തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികരണം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടി. സഹോദരേ, മിശിഹായുടെ സ്നേഹത്തിൽ ഞങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുകയും ഭയഭക്തിസർഗമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാനസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കണേ. സമാധാനം നമ്മോടുകൂടെ. സഹവാസവും
ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ദ്രവങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടാണ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടുള്ള മറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളെ ആയിരങ്ങളും മലാഖമാരുടെ 10,000-ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. ഭക്തിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൂവന്മാരോടും സാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. എല്ലാവരും കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പിയായിരിക്കണം. വിശുദ്ധ കുർബാനയുടെ പ്രധാന ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈശോ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ഈ അപ്പത്തിൻ്റെയും മീനിൻ്റെയും മേൽ ആവസിച്ച് ഈശോയുടെ ശരീരരക്തങ്ങളായി മാറ്റുന്ന അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു നിമിഷങ്ങളിലേക്കാണ് നമ്മൾ ഇനി കടക്കുക. നമ്മുടെ ചെറിയ ചെറിയ പ്രാർത്ഥനകളും നിയോഗങ്ങളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. കുട്ടികളെ എന്നും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഈശോ. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഒത്തിരിയേറെ വലിയുണ്ട് തിരിച്ചറിയണം. നമ്മുടെ അപ്പച്ചനെയും അമ്മച്ചയെയും നമ്മുടെ ചേട്ടന്മാരെയും ചേച്ചിമാരെയും അനിയന്മാരെയും അനിയത്തിമാരെയും നമ്മുടെ വീട്ടിലെ അപ്പാപ്പനെയും അമ്മാമ്മയും ഒക്കെ ഈശോയുടെ കരങ്ങളിലേക്ക് ഈ ബലിപീഠത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കും. അവരെല്ലാം അനുഗ്രഹിക്കണമേ ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. ഈശോ നമുക്ക് കാണിച്ചു തന്ന ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ സഞ്ചരിച്ച് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട മകനായി മകളായി വളരാനുള്ള കൃപ ഈ വിശുദ്ധ ബലിയിലൂടെ
ഞങ്ങൾക്ക് ഓരോരുത്തരും നൽകണമേ എന്ന് ഓരോ കുഞ്ഞുമക്കളും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഈശോയെ വഴിതെറ്റി പോകാതെ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ആഗ്രഹിക്കുന്നത് പോലെ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ വളർന്നു വരുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഈ വിശുദ്ധ ബലിയിൽ ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണം ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിന് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിന് അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കു വേണ്ടിയും ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ മരിച്ചവർക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ ഓർക്കാം, നമ്മുടെ പാപ്പനെയും മാമയും ഓർക്കാം, നമ്മുടെ സഹോദരങ്ങൾ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കും. കർത്താവേ, അവരുടെ നിത്യജീവിതം നൽകി അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
അങ്ങയുടെ കാരണത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും പ്രത്യേകമായിട്ടുള്ള നിയോഗങ്ങൾക്കും പ്രാർത്ഥനകൾക്കും വേണ്ടിയും ഇന്നവിടെ കൂടിയിരിക്കുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും വേണ്ടിയും അവരുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടിയും അവരുടെ മാതാപിതാക്കന്മാർക്കും സഹോദരങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടിയും കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും ശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചനത്തിന്റെയും മാതാവായ കന്യാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണം അങ്ങയുടെ അവന്യവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. കർത്താവേ, ദേവനും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നൽകുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകരമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിലെയും സംസ്കാരത്തിലെയും ഉത്ഥാനത്തിലെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നമ്മളെല്ലാവരും കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പിയായിരിക്കാം. പരിശുദ്ധാത്മാവ് ബലിവസ്തുക്കളുടെ മേൽ ആവസിക്കുന്ന അമൂല്യമായ നിമിഷങ്ങളാണത്. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ജീവിതങ്ങളെ നയിക്കണമേ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. മാമോദീസയിലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാവരെയും ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണല്ലോ പൗലോസ് പറയുക, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ്. നമ്മുടെ ശരീര പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ആ ആത്മാവെ ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കാതിരിക്കുമ്പോഴും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മുടെ കാതുകളിൽ ഒരു സ്വരം നമ്മൾ കേൾക്കാറില്ലേ, മോനെ അരുത്, മോളെ അരുത് എന്ന്. ആ സ്വരം ദൈവത്തിൻ്റെതാണ്. ആ സ്വരം പരിശുദ്ധാത്മാവിൻ്റെ ആണെന്ന് തിരിച്ചറിയാട്ടോ. പരിശുദ്ധാത്മാവ് ജീവിതത്തിലുണ്ടെങ്കിൽ ഈശോ കാണിച്ചു തന്ന വഴികളിലൂടെ നടക്കാനൊക്കെയായിട്ട് നമുക്ക് സാധിക്കും. ആത്മാർത്ഥമായിട്ട് പോകും. മാമോദീസായിലൂടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന പരിശുദ്ധാത്മാവെ, സൈന്യജീവനത്തിലൂടെ ഞങ്ങളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവെ, ഈ നിമിഷം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് ഈശോ കാണിച്ചു തന്ന വഴികളിലൂടെ നടക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് മൗനമായി പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിലും നിന്റെ രാത്രിയുടെ കുർബാനയിൽ അവർ താമസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് നമ്മളുടെ കടങ്ങളുടെ പൊറുതിക്കും പാപത്തിന്റെ മോചനത്തിനും മരിച്ചവരുടെ ഉയരത്തിലുള്ള വലിയ പ്രത്യാശയും അങ്ങേ പ്രീതിപ്പെടുത്തിയുള്ളവരെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ മഹാജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരണത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു.
ഞങ്ങളുടെ കർത്താവേ ഈശോമിശിഹായി അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പിതാവായവന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നമ്മെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വന്നുപോയ തെറ്റുകളെ ഓർത്ത് ആത്മാർത്ഥമായി ഈശോയോട് മാപ്പ് ചോദിക്കും. മാതാപിതാക്കന്മാരെയൊക്കെ അനുസരിക്കാതെ പോയ സമയങ്ങളുണ്ട്. നമ്മുടെ സഹോദരങ്ങളായിട്ട് ആവശ്യമില്ലാതെ തല്ലുകൂടിയ സമയങ്ങളുണ്ട്. ആത്മാർത്ഥമായിട്ട് ഈശോയോട് മാപ്പ് ചോദിക്കും. ജീവിതത്തിലേക്ക് ദൈവം നൽകിയിരിക്കുന്ന വലിയ ദാനങ്ങളാണ് അപ്പനും അമ്മയും സഹോദരങ്ങളും സുഹൃത്തുക്കളും ഒക്കെ എന്ന് തിരിച്ചറിയണം. യഥാർത്ഥമായിട്ട് അവരെയൊക്കെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈശോയുടെ മാപ്പ് ചോദിക്കാം. അവർ നമുക്ക് കാണിച്ചു തന്ന വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കാതെ പോയ സമയങ്ങൾ നമ്മുടെ അപ്പാപ്പനോടും അമ്മാമ്മയോടും ഒക്കെ മുതിർന്നവരായ അവരോടൊക്കെ നമ്മൾ മോശമായിട്ട് പെരുമാറിയ സമയങ്ങൾ, നമ്മൾ ചീത്ത പറഞ്ഞ സമയങ്ങൾ, ചീത്ത വാക്കുകൾ ഉപയോഗിച്ച സമയങ്ങൾ, ഇതൊന്നും ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ. ആത്മാർത്ഥമായി ഈശോയുടെ മാപ്പ് ചോദിക്കാം. എന്തൊക്കെ തെറ്റുകൾ കുറവുകൾ നമുക്കൊക്കെ വന്നാലും
ഈശോയാണ് നമുക്കുള്ളത്. നമ്മളെ അടുത്ത് ചേർത്ത് നിർത്തി നമ്മളെ സ്നേഹിക്കണം, നമ്മളെ തലോടുന്ന ഈശോ നമുക്കുണ്ട്. ആ ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോ നമ്മളെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഏറ്റവും ഭക്തിയോടും ഈശോയോടുള്ള സ്നേഹത്തോടും കൂടെ നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടി. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കണേ. നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ശരീരങ്ങളാകുന്നു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട രക്തങ്ങളാകുന്നു. അമർത്യതയെ ഔഷധം ഇതാ നമുക്കായി നൽകപ്പെടുന്നു. പ്രവേശനങ്ങളുടെ സ്ഥാപനങ്ങളോട് ചേർന്ന് ഇതിന്റെ ദാതാവായ യേശുവായി നമുക്ക് സ്തുതിക്കാം. നമ്മെ ജീവിക്കുന്ന നമ്മുടെ കർത്താവിശ്വസിഹായുടെ കൃപാവരം അവിടുത്തെ കാരണത്താൽ നമ്മെല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. പ്രായശ്ചിത്ത പ്രവൃത്തികളാൽ വ്യാപൃതരായിരിക്കുന്ന സഹോദരൻ, ജീവദായകമായി ഇരുന്ന് നമുക്ക് ആസ്വദിക്കാം. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൂർത്തിക്കും നിത്യജീവനം കാരണമാണ്.
അറിയിപ്പുകൾ കുറച്ചധികം ഉണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഇന്ന് ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തിരുവാതിരസഖ്യ ദിനവും വാലന്റൈൻസ് ഡേ ഒക്കെയാണ്. എല്ലാവർക്കും അതിൻ്റെ ആശംസകൾ ഒത്തിരി സ്നേഹത്തോടു കൂടെ നേരുകയാണ്. ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നോമ്പ് കാലത്തെ ഒന്നാമത്തെ ഞായറാഴ്ചയാണ്. വിഭൂതി ബുധൻ നമുക്ക് പതിവ് പോലെ കർമ്മങ്ങളുണ്ടാകും. പക്ഷേ ഇത്തവണ കോവിഡ് പ്രോട്ടോക്കോൾ വന്നതുകൊണ്ട് നമ്മൾ ഭസ്മം ശിരസിൽ വിതറുകയായിരിക്കും. നമ്മൾ നെറ്റിയിൽ കുരിശ് വരയ്ക്കുന്നതിന് പകരം ഭസ്മം ശിരസിൽ വിതറുന്ന കർമ്മമായിരിക്കും ഇത്തവണ ഉണ്ടായിരിക്കുക. ബുധനാഴ്ച മുതൽ, അതായത് വിഭൂതി ബുധനാഴ്ച മുതൽ വിശുദ്ധ കുർബാനയ്ക്ക് 15 മിനിറ്റ് മുൻപ് കുരിശിൻ്റെ വഴി നമ്മൾ എല്ലാ വർഷങ്ങളും ചെയ്യാറുള്ളത് പോലെ കുരിശിൻ്റെ വഴി ഉണ്ടായിരിക്കും. എല്ലാവരും തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് 15 മിനിറ്റ് മുൻപ് എത്താനായിട്ട് ശ്രദ്ധിക്കുക. നോമ്പ് കാലമായതിനാൽ കുമ്പസാരിക്കാനുള്ള സൗകര്യം നാളെ മുതൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വൈകുന്നേരം 6 മുതലായിരിക്കും വിശുദ്ധ കുമ്പസാരം. അതിനുശേഷം കുർബാന, തുടർന്ന് യൂണിറ്റ് മീറ്റിംഗും ഉണ്ടായിരിക്കുന്നതാണെന്ന് വികാരിച്ചൻ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ യൂണിറ്റ് അടിസ്ഥാനത്തിലാണ് കുമ്പസാരിക്കാനായിട്ട് വരേണ്ടത്. 15-ാം തീയതി തിങ്കളാഴ്ച 1-ാം യൂണിറ്റ്, 16-ാം തീയതി ചൊവ്വാഴ്ച 2-ാം യൂണിറ്റ്, 17-ാം തീയതി ബുധനാഴ്ച 3-ാം യൂണിറ്റ്, 18-ാം തീയതി വ്യാഴാഴ്ച 4-ാം യൂണിറ്റ്, പിന്നെ നമുക്ക് വെള്ളിയാഴ്ചയില്ല. 20-ാം തീയതി ശനിയാഴ്ച 5-ാം യൂണിറ്റ്, പിന്നെ ഞായറാഴ്ച നമുക്കില്ല. പിന്നെ 22-ാം തീയതി തിങ്കളാഴ്ച 6-ാമത്തെ യൂണിറ്റ്, 23-ാം തീയതി ചൊവ്വാഴ്ച 7-ാമത്തെ യൂണിറ്റ്, 24-ാം തീയതി ബുധനാഴ്ച 8-ാമത്തെ യൂണിറ്റ്, 25-ാം തീയതി വ്യാഴാഴ്ച 9-ാമത്തെ യൂണിറ്റ്. എല്ലാ ദിവസവും പതിവ് പോലെ നമുക്ക് ഇനി മുതൽ രാവിലെ 6:00-ക്കും വൈകുന്നേരം 6 മണിക്കും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. വെള്ളിയാഴ്ചകളിൽ സാധാരണ ഉള്ളതുപോലെ 10:00-ക്ക്, ഞായറാഴ്ച രാവിലെ 9:15-നും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. നമ്മുടെ തിരുനാളുകൾ നമ്മുടെ പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ ഭംഗിയാക്കാനായിട്ട് നമുക്ക് സാധിച്ചു. ഒത്തിരിയേറെ പേര് ഇതിൻ്റെ പിറകിൽ സഹകരിച്ചവരുണ്ട്. ആദ്യമേ തന്നെ നമുക്ക് നല്ലവനായ ദൈവത്തിന് അപ്പാർത്ഥമായിട്ട് നന്ദി പറയാൻ കാരണം കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ചാണ് നമ്മൾ തിരുനാളുകളെല്ലാം ആഘോഷിച്ചത്. നമ്മുടെ ആഘോഷങ്ങളൊക്കെ കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടായിരുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് ആർക്കും അങ്ങനെ അസുഖങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാതെ തിരുനാൾ ഭംഗിയായി. ഇപ്പോൾ തിരുനാളിൻ്റെ പിറകിൽ സഹകരിച്ച എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാനുള്ളത്, നമ്മൾ സാധാരണ ഞങ്ങൾ പള്ളികളിലൊക്കെ വെവ്വേറെ പള്ളികളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ ശുശ്രൂഷയാകാനും അതല്ലെങ്കിൽ വായനകൾ ഏറ്റെടുക്കാനൊക്കെ ഒരു തിരക്ക് കാണാറുണ്ട്. പാട്ട് പാടാനും. ഇപ്പം ഞാൻ കുറച്ച് ദിവസം മുമ്പ് ആലങ്ങാട് പള്ളിയിൽ പോയി ഓർക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 15 പേരെങ്കിലും ഉണ്ട് ഒരു ദിവസം കുർബാനയ്ക്ക് പാട്ട് പാടാൻ. അത്രയും പിള്ളേരുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് പേര് സാധാരണ പള്ളികളിൽ സഹായിക്കാനായിട്ടുണ്ട്. ഇവിടെ അതിൽ നിന്നൊരല്പം വ്യത്യസ്തമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് മാത്രമല്ല, അച്ഛനും ഇതേ കാര്യം പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവസരം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആരും വരാതിരിക്കരുത്. അപ്പോൾ താല്പര്യമുള്ളവർ, അതായത് നമ്മുടെ ഈ ഞായറാഴ്ചകൾക്ക് മുമ്പ് പള്ളിയും പരിസരമൊക്കെ ക്ലീൻ ചെയ്യാൻ താല്പര്യമുള്ളവർ, വിശുദ്ധ കുർബാനയ്ക്ക് ലേഖനം വായിക്കാനും കാറസ്വസ്ഥ വായിക്കാനും ഒക്കെ താല്പര്യമുള്ളവർ, ദേവാലയത്തിൽ ഗായക സംഘത്തോടൊപ്പം ചേർന്ന് പാട്ട് പാടാനായിട്ട് ആഗ്രഹിക്കുന്നവർ, നമ്മുടെ വിശുദ്ധ ഗ്രന്ഥ വായനകൾ നടത്താനായിട്ട് ആഗ്രഹമുള്ളവർ, ആർക്ക് വേണമെങ്കിലും ഞാനുമായിട്ടോ വികാരിച്ചതൊക്കെയായിട്ടോ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവസരം ഇല്ല എന്ന് കരുതി വരാതിരിക്കുന്നത് നിങ്ങൾക്ക് അവസരമുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എൻ്റെ അടുത്തോ വികാരജൻ്റെ അടുത്തോ വന്ന് പേര് തരേണ്ടതാണ് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ തിരുനാളിനോടനുബന്ധിച്ച് നമുക്കിവിടെ ഇൻ്റർനെറ്റ് സൗകര്യം എടുത്തിരുന്നു. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാക്കേജ് എത്രയാണെന്ന് ചോദിച്ചാൽ 1000 GB ആണ്. 1000 GB 100 Mbps സ്പീഡിൽ 1000 GB ആണ് തിരുനാളിനോടനുബന്ധിച്ച് നമ്മൾ എടുത്തേക്കുന്ന ഇൻ്റർനെറ്റ് കണക്ഷൻ.
അപ്പോൾ തിരുനാളുകളൊക്കെ കഴിഞ്ഞു, നമ്മുടെ ലൈവിൻ്റെ പ്രധാനപ്പെട്ട പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞു. ഏതെങ്കിലുമൊക്കെ കുട്ടികൾക്ക് ഈ ഇൻ്റർനെറ്റ് സൗകര്യമില്ലാത്തത് മൂലം പഠിക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഈ വികാരിച്ചിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വൈഫൈ സൗകര്യമുണ്ട്, ഇൻ്റർനെറ്റ് സൗകര്യമുണ്ട്. പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി ആർക്ക് വേണമെങ്കിലും മുന്നോട്ട് വന്ന് ഇതിൻ്റെ പാസ്വേഡ് ചോദിച്ച പാസ്വേഡ് പറഞ്ഞു തരുമോ, അതിൻ്റെ സൗകര്യങ്ങൾ ഒരുക്കാവുന്നതാണെന്ന് പ്രത്യേകമായിട്ട് വികാരിച്ചത് അറിയിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ വികാരിച്ചിൻ്റെ അടുത്തോ എൻ്റെ അടുത്തോ വന്ന് പറഞ്ഞാൽ മതി എന്താണ് ആവശ്യമെന്നപ്പോൾ നമുക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അടുത്ത ഞായറാഴ്ച 1 മുതൽ 9 വരെയുള്ള കാറ്റീസം വിദ്യാർത്ഥികളുടെ പരീക്ഷയാണ്. മാതാപിതാക്കന്മാർ പ്രത്യേകമായിട്ട് കുട്ടികളെ ഒരുക്കി പരീക്ഷയ്ക്ക് വിടാനായിട്ട് പരിശ്രമിക്കുക. ആലങ്ങാട് സാധുജന സംഘം വിദ്യാഭ്യാസ അവാർഡിന് ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ വേദപാഠം 10, 12 SSLC +2 സ്റ്റേറ്റ് ആൻഡ് CBSE സിലബസിലുള്ളവർ 2020 മെയ് വരെ ഫലം വന്നിട്ടുള്ളത്, മറ്റ് കോഴ്സിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ളവർ, അതായത് സംഘാംഗങ്ങൾ വ്യാഴാഴ്ച 5 മണിക്ക് മുൻപ് നിങ്ങളുടെ അപേക്ഷയും മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പിയും കൂടി സംഘം ഓഫീസിൽ നൽകേണ്ടതാണെന്ന് പ്രത്യേകം അറിയിക്കുന്നു. അവസാനമായിട്ട് വെള്ളിയാഴ്ച, ഈ വരുന്ന വെള്ളിയാഴ്ച 10 കുർബാനയ്ക്ക് ശേഷം വിമൻ വെൽഫെയറിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണെന്ന് പ്രത്യേകം അറിയിക്കുന്നു. പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധാത്മാവിന്റെ കൃപാവത്താൽ സുഗ്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടി ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിശ്വാസപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ പൊറുതിക്ക് കാരണമാകട്ടെ. യുഗങ്ങളുടെ രാജാവായ മിശിഹായി അങ്ങ് ദാസന്റെയും സൃഷ്ടാവിന്റെയും സാദൃശ്യമാകുന്നു. അങ്ങേ വിശ്വസിച്ച സകലരുടെയും കറകളും കടങ്ങളും അങ്ങയുടെ ശരീരരക്തങ്ങളാൽ നിർമ്മാർജ്ജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. അങ്ങ് മഹത്വപൂർണ്ണമായ പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തോടെ അങ്ങേ എതിരേൽക്കുവാനും സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായി സുന്ദരവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ കുർബാനകളിൽ അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്ന് ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെടുന്നതാകട്ടെ. സർവ്വത്തിന്റെയും നാഥായി എന്നേക്കും. സുന്ദരവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങൾ വഴി നമ്മുടെ കർത്താവ് മിശിഹായെ നാം ശുശ്രൂഷിക്കുകയും സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. തന്റെ രാജ്യത്തിന്റെ മഹത്വത്തിനും പരിശുദ്ധ മാലാഖമാരോടൊന്നിച്ചുള്ള നിത്യാനന്ദത്തിനും തിരുസന്നിധിയിലുള്ള സംപ്രീതിക്കും സ്വർഗീയ ജെറുസലേമിൽ തന്റെ വലതുഭാഗത്തുള്ള സ്ഥാനത്തിനും അവിടുന്ന് നമ്മെ യോഗ്യരാകട്ടെ. നമ്മുടെയും ലോകം മുഴുവന്റെയും തിരുസഭയുടെയും അവരുടെ സന്താനങ്ങളുടെയും മേൽ അവിടുന്ന് കൃപയും അനുഗ്രഹവും വർഷിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. നിത്യപുരോഹിതനായ ഈശോ ലോകരക്ഷകനായ ഈശോ വൈദികരാജ്ഞിയായ പരിശുദ്ധ മറിയമേ, ആത്മാവിൻ സ്നേഹത്തെ
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു, അങ്ങേക്കെതിരായി ഞങ്ങൾ ചെയ്തുപോയ പാപങ്ങളെക്കുറിച്ച് ഞങ്ങൾ മനസ്സറിയുന്നു, അവർക്ക് ഞങ്ങൾ മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശിശുവായിരുന്നതുകൊണ്ട് നിർമ്മലതയും ആത്മാവിനും ഞങ്ങളെ പഠിപ്പിച്ച ദൈവമേ, ആത്മാവിലും ശരീരത്തിലും നിഷ്കളങ്കത പാലിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി മനുഷ്യനായി പിറന്ന ദൈവപുത്രനായ ഈശോയെ, ആദ്യം ക്രിസ്തുവിന്റെ സ്തുതിയും മൂല്യം ഞങ്ങളെ പഠിപ്പിക്കണമേ. വലിയവരായ രക്ഷകർത്താവിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. എല്ലാവരും സൃഷ്ടിക്കപ്പെട്ടവനും എല്ലായ്പ്പോഴും ബഹുമാനിക്കപ്പെടുന്ന സൃഷ്ടികളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. അവർ കഴിക്കപ്പെടുന്നതും വിസ്മയിക്കപ്പെടുന്നതായി നിന്ന് ഞങ്ങളെ സംരക്ഷിച്ചുകൊള്ളണമേ. പിതാവായ ദൈവത്തിന്റെ വിശ്വാസവും പരലോകജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും സമസ്തത്തിനുള്ള സ്നേഹവും ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. പാരമ്പര്യ ജനനം മുതൽ കാൽവരിയിലെ മരണം വരെ അവിടുന്ന് കടന്നുപോയ ശൈശവത്തിന്റെ പാതയിലൂടെ നിരന്തരം ഞങ്ങളെ നയിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ആമേൻ. സുഹൃത്തുക്കളുടെ വിളനിലമായ ഉണ്ണീശോയെ, എല്ലാ കുഞ്ഞുങ്ങളും സ്വന്തമായി കർമ്മങ്ങൾ പുറപ്പെടുവിക്കുവാനും കരുണാപൂർവ്വമാകണമേ. അങ്ങയുടെ വിശുദ്ധിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ദാരിദ്ര്യ ചൈതന്യത്താൽ ഞങ്ങളെ സമ്പന്നരാക്കണമേ. അങ്ങയുടെ അത്യുന്നതമായ കൃപയാൽ ഞങ്ങളെ പ്രിയമുള്ളവരാക്കണമേ. അങ്ങയുടെ തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. അങ്ങയുടെ അനുകമ്പയാൽ ഞങ്ങളെ ധന്യരാക്കണമേ. അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ ത്യാഗശാലികളാക്കണമേ. ഹൃദയശാന്തതയും എളിമയുള്ള ഈശോ, അങ്ങയുടെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ ആക്കുകയും ചെയ്യണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ആമേൻ. ശിശുക്കളുടെ സ്നേഹിതനായ ഉണ്ണീശോയെ, ലോകമെങ്ങും ജനിക്കുന്ന ശിശുക്കളെ അനുഗ്രഹിക്കണമേ. അവരുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും സംരക്ഷിച്ചുകൊള്ളണമേ. ജനിക്കുന്നതിന് മുമ്പ് തന്നെ നിരയിക്കപ്പെടുന്ന ശിശുക്കളോടും സത്യവിശ്വാസത്തിൽ വളരുവാൻ അവസരമില്ലാത്ത കുട്ടികളോടും കരുണ കാണിക്കണമേ. അനാഥരും ദുർബലരുമായ കുഞ്ഞുങ്ങളെയും ധാരണയോടും യുദ്ധങ്ങളോടും വിസ്മയിക്കുന്നവരെയും ദയാപൂർവ്വം പരിപാലിക്കണമേ. അവരെ ശുശ്രൂഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ദുഷിച്ച സാഹചര്യങ്ങളിൽ വളരുകയും തെറ്റായ ജനിക്കുകയും ചെയ്യുന്ന യുവതി യുവാക്കന്മാരെ നേർവഴിയിലേക്ക് തിരിച്ച് അവരെ എതിർപ്പെടാൻ സൂക്ഷിക്കണമേ. എല്ലാവരും അങ്ങയുടെ തിരുമുഖം ദർശിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ആമേൻ. ഞങ്ങളിൽ മോദം വിവരമേകണമേ.
ചോദിക്കുന്നതെല്ലാം സ്വർഗസ്നായ എൻ്റെ പിതാവ് നിങ്ങൾക്ക് തരുമെന്ന് അരുൾ ചെയ്ത ദിവ്യനാഥ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കരുണാപൂർവ്വം സ്വീകരിക്കണമേ. ഞങ്ങളുടെ എല്ലാ ആകുലതകളിലും ആശങ്കകളിലും ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ ജനനത്തെ വിളിച്ചറിയിച്ച മാലാഖമാരുടെ ആനന്ദവും അങ്ങേ ആരാധിച്ച ആട്ടിടയന്മാരുടെ നിഷ്കളങ്കതയും അങ്ങേക്ക് സമ്മാനങ്ങൾ കാഴ്ചവെച്ച രാജാക്കന്മാരുടെ വിശ്വാസവും അങ്ങേ പ്രതിയെല്ലാം ഉപേക്ഷിച്ച സ്നേഹന്മാരുടെ തീക്ഷ്ണതയും അങ്ങേക്കായി മരണം കൈവരിച്ച രക്തസാക്ഷികളുടെ ധീരതയും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അങ്ങയുടെ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വളർത്തുപിതാവായ വിശുദ്ധ യോസേഫിന്റെയും മാധ്യസ്ഥം വഴി ഞങ്ങൾ ഇപ്പോൾ യാചിക്കുന്ന പ്രത്യേക അനുഗ്രഹം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളും ആവശ്യങ്ങളും നമ്മുടെ കുടുംബത്തിലെ നിയോഗങ്ങളെല്ലാം ഈശോയുടെ സമർപ്പിക്കും. കരുണാപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ആമേൻ. കാലിത്തൊഴുത്തിൽ ശിശുവായി പിറന്ന ദൈവത്തിന്റെ കൃപാകടാക്ഷം നിങ്ങളുടെ പേരുണ്ടായിരിക്കട്ടെ. നസ്രത്തിൽ വളർന്ന ഉണ്ണീശോ നിങ്ങളുടെ ആനന്ദമായിരിക്കട്ടെ. ദേവാലയത്തിൽ കണ്ടെത്തിയ ബാലനായ യേശു നിങ്ങളുടെ ദൈവകാര്യങ്ങളിൽ തീക്ഷ്ണമതികളാക്കട്ടെ. രഹസ്യജീവിതം നയിച്ച ക്രിസ്തു നിങ്ങളുടെ മാതൃകയായിരിക്കട്ടെ. നന്മ ചെയ്തുകൊണ്ട് സഞ്ചരിച്ച യുവാവായ മിശിഹ നിങ്ങളുടെ സഹപ്രവർത്തകരായിരിക്കട്ടെ. രോഗികളെയും ആകുലരെയും ആശ്വസിപ്പിച്ച മിശിഹ നിങ്ങളെ രോഗങ്ങളിലും പീഡകളിൽ നിന്ന് വിമുക്തരാക്കട്ടെ. പിശാചുകളെ ബഹിഷ്കരിച്ച മിശിഹ നിങ്ങളിൽ നിന്ന് സകലവിധ പൈശാചിക പ്രവർത്തനങ്ങളെയും ദൂരീകരിക്കട്ടെ. കുരിശു മരണം വഴി ജീവൻ ബലിയർപ്പിച്ച മിശിഹ ത്യാഗങ്ങൾ സഹിക്കുവാൻ നിങ്ങളെ സന്നദ്ധരാകട്ടെ. ഉദ്ധാരം ചെയ്ത മിശിഹ നിങ്ങൾക്ക് പ്രത്യാശ നൽകട്ടെ. പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോ നിങ്ങളുടെ ജീവനും ശക്തി കേന്ദ്രവുമായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ നിയോഗങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഗായക സംഘത്തിലുള്ള ചെറിയ കുട്ടികളുടെയും വലിയ കുട്ടികളുടെയും മീറ്റിങ്ങുകൾ ഈ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഉടനെ തന്നെ ഉണ്ടായിരിക്കും.